ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 2-3 ഓണം സാരീസിൻ്റെ റീസ്റ്റോക്ക് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചന്തേരി ടൈപ്പ് ഓഫ് ഫാബ്രിക്കിൻ്റെ പല കളേഴ്സിൽ വരുന്ന കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പട്ടുസാരി പോലെ അങ്ങനത്തെ ഒരു സംഭവം, ആ ഒരു കൺസെപ്റ്റിലുള്ള സാരികളാണ്. പിന്നെ നമ്മുടെ ബ്ലാക്ക് സാരീസിന് ഈ ഇടയായിട്ട് ഒരുപാട് എൻക്വയറിയാണ്. അപ്പോൾ നമുക്ക് ഓരോ സാരീസായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സാരി വരുന്നത് ലിനൻ കോട്ടൺ സാരീസാണ്. ഇത് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നതാണ്. ഇത്തിരി ഗ്യാപ്പ് വന്നു കേട്ടോ, ഇത് ഇപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ. അപ്പോൾ കണ്ടിന്യൂസ് എൻക്വയറിയാണ്. ഇതേപോലെയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള സാരിയാണ്. ബ്ലാക്കിലാണ് വരുന്നത്. ഇതേപോലെ വരുന്നത് ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേഗം കണ്ടുപോവാം. നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ബ്ലാക്ക് സാരീസാണ്. അതിൽ ഡിസൈനാണ് വരുന്നത്. ബ്ലാക്ക് എപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സാരിയാണ്. ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ്. ഈ ലിനൻ കോട്ടൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇതിൻ്റെ ഒരു ഫാബ്രിക് ഒരു ഭയങ്കര ഒരു ഇങ്ങനെ തളർന്ന് കിടക്കണ, ഒട്ടും സ്റ്റാർച്ച് ഇല്ലാത്ത ടൈപ്പാണ്. ഒരു പഴന്തുണി ടെക്സ്ചർ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ടെക്സ്ചറാണ് കേട്ടോ. അത് അറിയുന്നവർക്കറിയാം. അറിയാത്തവർ ഇത് കയ്യിൽ കിട്ടുമ്പോൾ എന്താണ് ഇങ്ങനെയെന്നുള്ളത് വിചാരിക്കും. അതുകൊണ്ടാണ് മുന്നേ കൂട്ടി പറയുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെയാണ് പല്ലു വരുന്നത്. വളരെ സോഫ്റ്റാണ്, കംഫർട്ടബിളാണ് ഉടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. ഇതേപോലെ ആയിരിക്കും കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് സാരി. ഭയങ്കര സോഫ്റ്റായിട്ട് തളർന്ന് കിടക്കുന്ന സാരി. ഇതാണ് വള്ളയറിലിടുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. നല്ല ഭംഗിയാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഇതിൻ്റെ വാഷ് കെയറാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡ്രൈ ക്ലീൻ ഓൺലി എന്ന് പറഞ്ഞിട്ടാണ് ഈ സാരി വരുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ മാനുഫാക്ചേഴ്സ് തന്നെയാണ് പറയുന്നത് ഇത് ഡ്രൈ ക്ലീൻ ഓൺലി എന്ന്. അല്ലാതെ സെൽഫ് വാഷ് ചെയ്യുന്നവരുണ്ട്, കളർ ഗാർഡൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ വാഷ് ചെയ്യുന്നവരുണ്ട്. അത് ഓൺ റിസ്കിൽ ചെയ്യണം. നമ്മൾ പറയുമ്പോൾ അത് ഡ്രൈ ക്ലീൻ ഓൺലി എന്ന് തന്നെയാണ് പറയുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. ഇനി അങ്ങോട്ട് ഇപ്പോൾ നമുക്ക് മഴയൊക്കെ കുറഞ്ഞ് നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് ബ്ലാക്ക് ആണെങ്കിലും ഇത് ഉടുക്കുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ടബിളാണ്, ഒരു കൂൾ എഫക്റ്റാണ്. വൈകിട്ട് വരെ നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ വൈകിട്ട് വരെ ഇത് യൂസ് ചെയ്താലും ഒട്ടും ചൂടെടുക്കില്ല, വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ ഉടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ സാരി ഇങ്ങനെ കാണുന്നൊരു ഭംഗിയല്ല, അത് ഉടുത്ത് അതിൻ്റെ വിത്ത് ബ്ലൗസൊക്കെ ആയിട്ട് പെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, പല്ലു ഞാൻ കാണിച്ചല്ലോ. പല്ലു ഇങ്ങനെ വരും, വിത്ത് ടാസലായിട്ടാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ദാ പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. രണ്ട് സൈഡിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. റേറ്റ് 1185 ആണ്, 1185 കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 2 ആണ്. ഈ ഡിസൈൻസൊക്കെ നമ്മൾ മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഡിമാൻഡുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇതിൽ ഓരോ ഡിസൈനും അങ്ങനെ സെലക്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു സിഗ്സാഗ് അല്ലെങ്കിൽ ഒരു ലഹരിയ പാറ്റേണിൽ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് വരുന്നൊരു ഡിസൈനാണ്. ആ ഒരു വൈറ്റും മെറൂണും ബ്ലാക്കിൽ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ബോർഡേഴ്സ് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് ഉടുത്ത് വരുമ്പോഴാണ് ഒരു ക്ലാസ് ലുക്കാണ്. പല്ലു ഇതേപോലെ വരും. ബ്ലൗസ് ദാ പ്ലെയിൻ വിത്ത് ബോർഡറാണ്. രണ്ട് സൈഡിലും ഇതേപോലത്തെ ബോർഡറായിട്ട് തന്നെയാണ് വരുന്നത്. ഉടുത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഭംഗി നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. വളരെ ഒതുങ്ങി കിടക്കും, നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന സാരിയാണ്. റേറ്റ് സെയിം ആണ്, 1185, 1185. കണ്ടോ, ഫുൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 3 ആണ്. ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. ബോർഡേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഡിസൈനാണ്. ബോഡി ഫുൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ആ ഒരു തെങ്ങിൻ്റെ പാറ്റേണിലാണ് വരുന്നത്. ഇത് ഉടുത്ത് വരുമ്പോൾ ഗ്രാൻഡ് ലുക്കായിരിക്കും. വള്ളയറിലായിട്ടോ ഞൊറിഞ്ഞുടുക്കാനോ ഒക്കെ നല്ലതാണ് കേട്ടോ. ഇനി പല്ലു വരുന്നത് ഇതാ ഇതേപോലെ ഒരു ബ്ലോക്ക് ലൈൻ പാറ്റേൺ ആണ്. ബ്ലൗസ് വരുന്നത് ഇതാ പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടുള്ള ബോർഡർ ആയിട്ടാണ് വരുന്നത്. സ്ലീവ്സിൽ ആ ബോർഡറൊക്കെ വെച്ച് തയ്ച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും.
മാത്രമല്ല ഇതിൻ്റെ വിത്ത് ബ്ലൗസ് അല്ലാതെ ഇതിൻ്റെ കൂടെ ഹക്കോബ വൈറ്റൊക്കെ ബ്ലൗസ് അല്ലെങ്കിൽ ഓഫ് വൈറ്റൊക്കെ പെയർ ചെയ്യുന്നവരുണ്ട് കേട്ടോ. പിന്നെ റെഡ് പിങ്കൊക്കെ ബ്ലാക്ക് സാരിയുടെ കൂടെ പെയർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഏത് ബ്ലൗസ് വേണമെങ്കിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്ക് ഇടാവുന്നതാണ്. വിത്ത് ബ്ലൗസ് ആണെങ്കിൽ സൂപ്പറായിരിക്കും. ഇങ്ങനെയാണ് സാരി ഉടുത്ത് വരുമ്പോൾ ഉണ്ടാവുക. കണ്ടോ, റേറ്റ് സെയിം ആണ്, 1185 ആണ്. അടുത്തത് നമ്പർ 4 ആണ്. ഇതാ കണ്ടോ, ബ്ലാക്കിൽ മെറൂൺ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വിത്ത് ബോർഡറാണ്. ഇതൊക്കെ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് ഇതിൻ്റെ റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ്, കുറച്ച് ദിവസമായി വന്നിട്ട്, എന്നാലും ഇപ്പോഴാണ് കേട്ടോ എത്തിയത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സാണ്. ബോഡി പോർഷനും അങ്ങനെ തന്നെയാണ്. പല്ലു ഇതേപോലെ വരുന്നത്. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡറായിട്ടാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. റേറ്റ് വരുന്നത് സെയിം ആണ്. ഇനി അടുത്ത സാരി കാണാം. ഇതേപോലെ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇതൊക്കെ വെയർ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി. എല്ലാ സാരിയും അങ്ങനെയല്ലേ, നമ്മൾ കയ്യിൽ വെച്ച് കാണുന്ന പോലെ ആയിരിക്കില്ല. അത് ഉടുത്ത് അതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിളാണ്. ഇതേപോലെ പല്ലു. ബ്ലൗസ് വരുന്നത് ഇതേപോലെ കേട്ടോ. കണ്ടോ, ഒരു ലൈൻ പാറ്റേൺ വരുന്നത്. ഇത് വെയർ ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ, സ്ലീവ്സിൽ വെച്ച് വരുമ്പോൾ കേട്ടോ. വിത്ത് ബോർഡറായിട്ടാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. അപ്പോൾ ഇത്രയും പാറ്റേണിലാണ് നമ്മുടെ ബ്ലാക്ക് സാരി വന്നിട്ടുള്ളത്. അടുത്ത സാരി നമ്പർ 6 ആണ് കേട്ടോ. ഇതൊരു വാടാമല്ലി കളർ എന്നൊക്കെ പറയില്ലേ, ആ കളറാണ്. വീഡിയോയിൽ ഇതെങ്ങനെ കാണണമെന്ന് അറിയില്ല. ഒരു പർപ്പിൾ പിങ്ക് ഷെയ്ഡാണ്. പർപ്പിൾ ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഫങ്ഷൻ വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സാരിയാണ്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ ആണ്. രണ്ട് സൈഡിലും ഇതേപോലത്തെ നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു ബനാറസി വീവിങ് പാറ്റേണിൽ വരുന്ന ബോർഡേഴ്സാണ് വരുന്നത്. ജാൽ പാറ്റേണിൽ വരുന്ന ബോർഡേഴ്സ്. ഇതേപോലത്തെ ബോർഡേഴ്സ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് പ്ലെയിനിൽ വരുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഒരു ചന്തേരി കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഒരു വളരെ ലൈറ്റായിട്ടൊരു സീ ത്രൂ ആണ്. പക്ഷേ ഞൊറിഞ്ഞൊക്കെ എടുക്കുമ്പോൾ അത് പ്രശ്നം ഉണ്ടാവില്ല. വൺ ലെയറിൽ ഇട്ടാലും നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, ഇങ്ങനെയാട്ടോ വരിക. നല്ല ഭംഗിയായി ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുഞ്ഞു വേറെ അതിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡിലുള്ള ഒരു കര പോകുന്നുണ്ട്. പിന്നെ ഇതാ നല്ല ഭംഗിയുള്ള ബോർഡേഴ്സ്. കണ്ടോ, വീവിങ് പാറ്റേണിലാണ് വരുന്നത്. രണ്ട് സൈഡിലും ഈക്വൽ വിഡ്ത്തിലുള്ള ബോർഡേഴ്സാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പല്ലു നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാ കണ്ടോ, പല്ലു ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബനാറസി ജാൽ പാറ്റേണിലുള്ള പല്ലുവാണ്. ഇവിടെയൊക്കെ കണ്ടോ നല്ല ഭംഗിയിലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. വിത്ത് ടാസിലാണ്, സാരിയോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടാസിലാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ ബ്രൊക്കേഡ് ബ്ലൗസാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ലൊരു ഫങ്ഷൻ വെയർ സാരിയാണ്. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. ഞാനതിൻ്റെ ഫോൾഡിങ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് സൂക്ഷിച്ചിട്ടാണ്. ഇതേപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൊക്കേഡാണ്. സാരിയും വളരെ സോഫ്റ്റാണ്. എന്നാൽ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് കണ്ടിട്ട് വേഗം പോവാം കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞൊറിഞ്ഞെടുക്കാനും സൂപ്പറാണ്. നമുക്ക് ഇപ്പോൾ ഒരുപാട് ഫങ്ഷൻസും സംഭവങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അങ്ങനെ ഉടുക്കാനും അല്ലാതെയൊക്കെ നല്ലതാണ് കേട്ടോ. രണ്ട് സൈഡിലും ബോർഡേഴ്സായിട്ട് ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതേപോലെ പല്ലു ബ്രൊക്കേഡ് ബ്ലൗസുമാണ് വരുന്നത്. അപ്പോൾ ഈ സാരിയുടെ റേറ്റ് വരുന്നത് 1660 കേട്ടോ. 1660 ആണ്. നല്ല ഭംഗിയുള്ള സാരിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചന്തേരി കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. വിത്ത് ബനാറസി ബോർഡറും ബ്രൊക്കേഡ് ബ്ലൗസും ആണ് വരുന്നത്. ഇതാണ് പല്ലു. ബ്ലൗസ് വരുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതേപോലെയാണ് വരുന്നത്. വിത്ത് ബോർഡേഴ്സായിട്ടാണ്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് വന്നിട്ടുള്ളത്. നമുക്ക് കാണാം. അടുത്തത് നമ്പർ 7 ആണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഓരോ കളറിനനുസരിച്ച് അതിൻ്റെ ബോർഡേഴ്സിലുള്ള ആ ഒരു വീവിങ് പാറ്റേണിൻ്റെ കളറും വ്യത്യാസമുണ്ട്. നേരത്തെ കണ്ടൊരു പർപ്പിൾ ഷെയ്ഡിനൊരു ഗോൾഡൻ കളറായിരുന്നു. ഇതൊരു സിൽവറിൻ്റെ പോലെ, എന്നാൽ സിൽവറും അല്ല, അങ്ങനത്തെ ഗോൾഡ് തന്നെയാണ്. പക്ഷേ ആ ഒരു സിൽവറിന് മാച്ച് ചെയ്യുന്നൊരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇതേപോലെ ബോർഡേഴ്സ് വരും.
നല്ല ഉടുക്കാൻ വളരെ കംഫർട്ടബിളാണ്, നമുക്ക് ചൂടൊന്നും എടുക്കില്ല. കണ്ടോ, ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ഞൊറിഞ്ഞൊക്കെ ഉടുത്ത് വരുമ്പോൾ നല്ലൊരു ബ്ലൂ ആണ്, ഉടുത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. പല്ലു ഇതേപോലെ നല്ല ഭംഗിയുള്ള ബനാറസി ഒരു ജാൽ പാറ്റേൺ വീവിങ് പല്ലുവാണ്. നമ്മൾ കൂടിയ സാരീസിലൊക്കെ കാണുന്ന ആ ഒരു പാറ്റേണിലാണ് വരുന്നത്. വിത്ത് ടാസിലാണ്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ ബ്രൊക്കേഡ് ബ്ലൗസാണ്. അത് വെയർ ചെയ്ത് വൺ ലെയറിലിട്ടാലും ഞൊറിഞ്ഞിട്ടാലും ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. റേറ്റ് വരുന്നത് 1660 ആണ്, 1660 കേട്ടോ. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 9 ആണ്. ഇതൊരു വയലറ്റ് ആ ഒരു ഷെയ്ഡിൽ വരുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല കളേഴ്സാണ് എല്ലാതും. കണ്ടോ, ഇങ്ങനെയാണ് വരിക. നല്ലൊരു വയലറ്റിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സാണ് വരുന്നത്. ഇതാ കണ്ടോ, പല്ലു ഇതേപോലെ കേട്ടോ. നല്ലൊരു ബ്രൊക്കേഡ് എന്താ പറയുക, നല്ലൊരു പല്ലുവാണ്. അതിൻ്റെ പല്ലുവിലും ആ ബോർഡേഴ്സൊക്കെയാണ് കാണാൻ നല്ല ഭംഗി. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലുമാണ്, ചന്തേരി കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് കേട്ടോ. നല്ല ഭംഗിയുള്ള ടിഷ്യൂ ബ്ലൗസാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഉടുത്ത് വരുമ്പോൾ നല്ല ഗ്രാൻഡ് ലുക്കായിരിക്കും. നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഇപ്പോൾ വെഡ്ഡിങ്ങിനാണെങ്കിലും ഒരുപാട് 3, 4, 5 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ അതിനൊരെണ്ണത്തിനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. ഓണത്തിനും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനും നമുക്ക് സ്വയം വെയർ ചെയ്യാനൊക്കെ നല്ലതാണ്. എല്ലാവർക്കും സെറ്റ് സാരി സെറ്റും കൊണ്ട് ഒന്നും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള താരതമ്യേന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയും കൂടിയാണല്ലോ. അപ്പോൾ 1660 കേട്ടോ റേറ്റ് വരുന്നത്. ഇതൊക്കെ ലിമിറ്റഡ് പീസാണ്. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇനി ഈ ഒരു ടൈപ്പ് ഓഫ് സാരി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് സെറ്റ് സാരിയിൽ ഒരുപാട് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. എന്നാലും അതിലൊരു 3 എണ്ണം എപ്പോഴും കണ്ടിന്യൂസ് റീസ്റ്റോക്ക് ചോദിക്കുന്നവരുണ്ട്. അവരുടെ ഇതിലേക്കായിട്ട് കാണിക്കാം. ഇതാ കണ്ടോ, നമ്പർ 10 ആണ്. ഇത് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന സാരിയാണ്. അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3 സാരീൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം കംപ്ലീറ്റ് തീർന്നു. ഇതിൽ കുറച്ച് പീസും കൂടെ ബാക്കിയുണ്ട്. അതേപോലെ തന്നെ ഒരു ലൈൻ പാറ്റേൺ, അതിലും കുറച്ച് പീസും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ കാണിക്കാം. വേഗം കേട്ടോ, കാരണം ഇത് ഓപ്പൺ ചെയ്തിട്ട്, കാരണം അതായത് നമ്മുടെ മുന്നത്തെ വീഡിയോ കാണാത്തൊരു ഷോർട്സ് കണ്ടവർ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതേപോലെ നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള സാരിയിൽ ഇതേപോലെ പോൾക്കാട്ടോട്ട് പല്ലൂല് ഇതേപോലെ വരും. നല്ല ഭംഗിയായിരിക്കും. വൺ ലെയറിലായിട്ടും ഞൊറിഞ്ഞിട്ടാലും ഒക്കെ സൂപ്പറായിരിക്കും. ഏത് ബ്ലൗസിൻ്റെ കൂടെയും ചേരും. ഇതിന് റണ്ണിങ് ബ്ലൗസ് പീസ് ഉണ്ട്. അത് പ്ലെയിൻ വിത്ത് ബോർഡറാണ്. നല്ല ഭംഗിയാണ്. ഇതാണ് പല്ലു പോർഷൻ കേട്ടോ. കണ്ടോ, ഓപ്പൺ ചെയ്ത് കാണാത്തവരുടെ ശ്രദ്ധയിലേക്കായിട്ട് കാണിക്കുകയാണ് കേട്ടോ. ഇതാണ് റീസ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ആ ഷോർട്സിൽ കുറച്ചേ കാണിച്ചുള്ളൂ, ആ ഒരു സെറ്റിൽ ഇടാൻ വേണ്ടിയിട്ട്. അല്ലാതെ കുറേ ഉണ്ടായിരുന്നു. ഒക്കെ സോൾഡ് ഔട്ട് ആയി. ഇനി കുറച്ച് പീസും കൂടെ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്തെ വീഡിയോയിൽ, എനിക്ക് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഷോർട്സ് ആയിട്ടെങ്കിലും റീസ്റ്റോക്കിൻ്റെ വീഡിയോ ഒക്കെ ഇടാം എന്നുള്ളത്. അങ്ങനെയാണ് കേട്ടോ. എല്ലാം എനിക്ക് ഷോർട്സ് ഇടാനും പറ്റിയിട്ടില്ല. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഉടുക്കാനും വളരെ സുഖമാണ് കേട്ടോ. 899 ആണ്, 899 കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 11 ആണ്. ഇതും ഒരുപാട് എൻക്വയറി വന്ന സാരിയാണ്. ഒരുപാട് പീസ് ഇതിൻ്റെ പോയി. ഇതും ഓപ്പൺ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്, അതായത് മുന്നത്തെ വീഡിയോ കാണാത്തവർക്ക് ഒരാഗ്രഹമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പേപ്പർ ഉണ്ട്, അതാണ് സൗണ്ട്. ഇതും ഭയങ്കര സോഫ്റ്റ് കോട്ടണിൽ തന്നെയാണ്, പ്രോസസ്ഡ് കോട്ടണിലാണ് വരുന്നത്. ഒട്ടും സ്റ്റാർച്ചില്ല. അതുകൊണ്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു സാരിയാണ്. അതിൽ ഫുൾ ഇങ്ങനത്തെ ഒരു ലൈൻസാണ് കേട്ടോ. ഇത് കുറേ പേര് എൻ്റെ അടുത്ത് വന്നാൽ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് അവരിങ്ങനെ പറയും, മെസ്സേജിലൂടെയും വോയിസ് ഇട്ടിട്ടും. അപ്പോൾ നമുക്ക് നമ്മൾ അറിയിക്കില്ല എന്ന് പറയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് സമയക്കുറവുകൊണ്ടാണ്. അതുകൊണ്ട് ട്രൈ ചെയ്യാമെന്നാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുക. പക്ഷേ എല്ലാവരും അറിയിക്കാൻ പറ്റിയൊരു സാഹചര്യം ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ. ഷോർട്സ് ഇട്ടപ്പോൾ കുറേ പീസൊക്കെ പോയി. ഇനി വളരെ കുറച്ച് പീസും കൂടി ഉണ്ട്. അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം ആദ്യം എൻക്വയറി ചെയ്യുന്നവർക്കും പേയ്മെൻറ്റ് ഇടുന്നവർക്കുമാണ് സാരി കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാണ് ഫുൾ ത്രൂ ഔട്ട് ഇതേപോലെ സാരി വരിക.
ഇതിനിങ്ങനെ ടാസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റായിട്ടും ഒക്കെ. നമ്മുടെ കുറേ ഓണം സാരി ഒരുപാട് പേര് ഗിഫ്റ്റായിട്ടൊക്കെ അയക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ. അതായത് വേറെ അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ അയച്ചിട്ടുണ്ട് വിഷസൊക്കെ എഴുതിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. കുറേ പേര് ഓണം സാരി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പല്ലുവും ബോഡിയും ഒക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ സാരി ഇതും ഷോർട്സിൽ കണ്ടപ്പോൾ മുന്നേ കാണാത്തവർ ഇതിൻ്റെ ബ്ലൗസ് എങ്ങനെയാണ്, പല്ലു എങ്ങനെയാണ്, ബോഡി ഫുൾ സ്ട്രൈപ്പാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ ഈ സാരി ഇതേപോലെ വരുന്നത്. പല്ലുവിൽ ഈ ഒരു ടാസിൽ വരുന്നുണ്ട്. ബാക്കി മുന്താണിയും ബ്ലൗസ് പീസും സാരിയൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വിത്ത് ബ്ലൗസായിട്ടും പെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇങ്ങനെയാണ് കേട്ടോ. ഒത്തിരി ഒരു ഗ്ലേസിങ് ഒക്കെ ഉള്ള ടൈപ്പാണ്. അപ്പോൾ എനിക്ക് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഏജിലുള്ളവർക്ക് കൊടുക്കാം, ചെറുപ്പം കുട്ടികൾക്ക് കൊടുക്കാം, ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഒക്കെ നമ്മുടെ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആർക്കും എന്ത് വേണമെങ്കിൽ കൊടുക്കാമല്ലോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1070 1070 കേട്ടോ. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, അതും കൂടെ കാണിക്കാം. അടുത്ത സാരി നമ്പർ 12 ആണ്. ഇതും നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആരൊക്കെയോ ഇതുപോലെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആരാന്ന് അറിയില്ല. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എൻക്വയറി ചെയ്യണവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതേപോലെയാണ്. ഇത് നല്ല പക്ക പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരിക കേട്ടോ. നല്ല ഭംഗിയാണ്. തിന്നായിട്ടുള്ളൊരു മെറൂണിഷ് കര ഇങ്ങനെ പോകുന്നുണ്ട് രണ്ട് സൈഡിലും. അതൊരു പ്രത്യേക ഭംഗി, നല്ല ഭംഗിയുള്ള ടെമ്പിൾ ഡിസൈൻ പാറ്റേൺ ആണ്. ഇത് പ്യുവർ കോട്ടൺ ആണ്. കണ്ടോ, പക്ക നമ്മൾ സാധാരണ കോട്ടൺ സാരിയിൽ പ്യുവർ കോട്ടൺ അതാണ് കേട്ടോ. അതിലിതാ രണ്ട് സൈഡിലും ഇതേപോലത്തെ ടെമ്പിൾ ഡിസൈൻ, നല്ല നീറ്റായിട്ടുള്ള ഒരു വീവിങ് പാറ്റേൺ ആണ് കേട്ടോ. നല്ല ഭംഗിയിലാണ് അത് വന്നിട്ടുള്ളത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പല്ലു ഇതേപോലെ വരുന്നത് കണ്ടോ. ഇതേപോലെ ഇവിടെ 3 ഗോൾഡനും മെറൂണായിട്ടുള്ള ലൈൻ വിത്ത് ആ നല്ല ഭംഗിയുള്ളൊരു ടാസിൽ, അതായത് ഈ സാരിയുടെ തന്നെ ത്രെഡ് കൊണ്ടുള്ള ടാസിലാണ് വരുന്നത്. ബ്ലൗസ് ഇതേപോലെ കണ്ടോ. ഇതൊക്കെ വീവിങ് ആണ്, നല്ല നീറ്റായിട്ടുള്ള വീവിങ്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ ഇതേപോലെയാണ്. പുറത്ത് നല്ല ഭംഗിയുള്ള ടെമ്പിൾ ഡിസൈൻ. ബ്ലൗസിനും സ്ലീവ്സിൽ വെക്കാൻ വേണ്ടി ഈ ഒരു ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇത് ബ്ലൗസൊക്കെ തയ്ച്ച് കിട്ടാൻ വഴിയില്ലയെങ്കിൽ ഇതിൻ്റെ കൂടെ ഇപ്പോൾ മെറൂൺ വേണമെങ്കിൽ ഇടാം. പിന്നെ ഈ ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞാൽ ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. സജഷൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കറിയാലോ ബ്ലൗസൊക്കെ തയ്ച്ച് കിട്ടേണ്ട കാര്യം. കാരണം തിരക്കായിരിക്കും. ഓണ സീസണും നമ്മുടെ വെഡ്ഡിങ് സീസണും ഒക്കെയല്ലേ. കണ്ടോ, ഇതേപോലെ ഉണ്ടാവും. ഇതടുത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതിൻ്റെ ഭംഗി നല്ല ഭംഗിയുള്ള കണ്ടോ സെറ്റ് സാരി വിത്ത് ടാസിലാണ്. ഇത് ഇത്തിരി ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന സാരിയാണ് കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. റേറ്റ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു വരുമ്പോഴത്തേനും എൻക്വയറി ചെയ്യുമ്പോൾ കറക്റ്റ് റേറ്റ് പറയാം കേട്ടോ. റേറ്റ് ഇടാൻ പോണേ ഉള്ളൂ. കണ്ടോ, നല്ല ഭംഗി. ഒരു 2500 എബവ് ആയിട്ട് വരുന്ന റേഞ്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർമ്മ വെച്ചിട്ട് ആ ഒരു റേഞ്ചിലായിരിക്കും. കറക്റ്റ് റേഞ്ച് ഞാൻ പറയാം കേട്ടോ. ഒരു 3000 ബിലോ 2500 മുകളിലായിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അപ്പോൾ ഇനി വീഡിയോ എടുക്കാൻ ലേറ്റായി. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നേരമാവും. അതുകൊണ്ട് എൻക്വയറി ടൈമിൽ കറക്റ്റ് പറയാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണണവും നേരിട്ട് കാണണവും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.